നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളുള്ളൊരു ഏരിയയും കൂടെയാണ്. എന്നാൽ പത്രങ്ങളിൽ നമ്മൾ പലപ്പോഴും അവിടുത്തെ ക്രൈസിസുകളിലും അവിടെ നടക്കുന്ന ഇൻറ്റേർണൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായും ന്യൂസിൽ ട്രെൻഡ് ചെയ്യുന്നത് മിസോറാമാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നിയമത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലാണ് ഇവിടെ പ്രശ്നം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ട്രൈബൽസ് താമസിക്കുന്ന ട്രൈബൽ വിഭാഗങ്ങളുള്ള ഒരു സ്റ്റേറ്റും കൂടെയാണ് മിസോറാം. പ്രത്യേകിച്ച് മിസോ ഗ്രൂപ്പ്, മിസോ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ 2014 ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഇവിടെ കോൺട്രവേഴ്സി ആവുന്നത്. കാരണം ഈ നിയമം ഇവർ പറയുന്നത് പണ്ട് പുരുഷനെയും സ്ത്രീയെ ഒരേപോലെ ഫേവർ ചെയ്തിരുന്നത് ഇപ്പോൾ സ്ത്രീയെ പ്രോപ്പറായിട്ട് ഫേവർ ചെയ്യുന്നില്ല എന്നാണ്. 2014 മിസോ മാരേജ് ഡിവേഴ്സ് ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ഈ ആക്ട് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു ട്രൈബൽ ഐഡൻറ്റിറ്റി, ഒരു മിസോ ഐഡൻറ്റിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റംസ്, ട്രഡീഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവേഴ്സ്, പ്രോപ്പർട്ടി, ഇൻഹെറിറ്റൻസ് ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു നിയമമാണ്. ഇപ്പോൾ മിസോറാമിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 371G ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് മിസോറാമിന് പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ട്രൈബൽ ഐഡൻറ്റിറ്റി, കസ്റ്റംസ്, ട്രഡീഷൻസ്, അവരുടെ കൺവെൻഷൻസ്, ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം അവർക്കുണ്ട്. ഇപ്പോൾ ഈ നിയമത്തിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മിസോറാമിലെ അസംബ്ലി ഇതിനകത്തൊരു പുതിയ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, റൈറ്റ്സിലും, ഡിവേഴ്സിലും, മാരേജിലും, പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് റൈറ്റ്സിലൊക്കെ. അപ്പോൾ പണ്ട് പുരുഷനും സ്ത്രീയും രണ്ടുപേരും ഈക്വലി പ്രൊട്ടക്റ്റഡ് ആയിരുന്നു, അതായത് കല്യാണത്തിൻ്റെ കാര്യം, ഡിവേഴ്സിൻ്റെ കാര്യം, പ്രോപ്പർട്ടി റൈറ്റ്സിൽ. ഇപ്പോഴത്തെ മാറ്റങ്ങളിൽ പ്രധാനമായിട്ടും ഇത് സ്ത്രീകൾക്ക് വിരുദ്ധമാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു മിസോ ഐഡൻറ്റിറ്റി, ആരാണ് ഒരു മിസോ എന്ന് തീരുമാനിക്കുന്നത് ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അവിടെ ഒരു കല്യാണം നടത്തി ഒരു മിസോ ആയിട്ടുള്ള ഒരാൾ നോൺ മിസോ ആയിട്ടുള്ളൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. പക്ഷേ അവിടുത്തെ ആൾ മാൻ പ്രൊട്ടക്റ്റഡ് ആണ്, പുരുഷൻ പ്രൊട്ടക്റ്റഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു മിസോ ആയിട്ടുള്ളൊരു പെൺകുട്ടി നോൺ മിസോ ആയിട്ടുള്ളൊരാണെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളി ഒരു കേരളക്കാരനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പണ്ട് എല്ലാവരും ഈക്വാലിറ്റി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്താൽ ഇവർക്കുള്ള ഒരുപാട് റൈറ്റ്സ്, പ്രോപ്പർട്ടി, ഇൻഹെറിറ്റൻസ്, അങ്ങനെ ഒരുപാട് റൈറ്റ്സ് ഒക്കെ പോവുകയാണ്. പിന്നെ അതേപോലെ മിസോ ഐഡൻറ്റിറ്റി, ഫാദറായിട്ടാണ് എപ്പോഴും മിസോ ഐഡൻറ്റിറ്റി ലിങ്ക് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇതേപോലെ ഒരു മിസോ പെൺകുട്ടി വേറൊരു നോൺ മിസോ ആളെ കല്യാണം കഴിച്ചാൽ അവർക്ക് ജനിക്കുന്ന കുട്ടി ഒരു നോൺ മിസോ ആളായി കഴിഞ്ഞാൽ അടുത്ത ജനറേഷന് ഇവിടെ കിട്ടേണ്ട കുറേ റൈറ്റ്സും കൺവെൻഷൻസ് അനുസരിച്ച് കിട്ടേണ്ട ഐഡൻറ്റിറ്റി കിട്ടുന്നില്ല. ഇതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് പോയിരിക്കുന്നത്. ബിക്കോസ് അവർ പറയുന്നത് റൈറ്റ് ടു ആർട്ടിക്കിൾ 14 വയലേഷൻ ഉണ്ട്, ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ട്, ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സെക്സ്, ഒരു ജെൻഡർ എന്ന ബേസിസിലും ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസോറാമിൽ നടക്കുന്ന പ്രശ്നം.